1989 സൺഫാർമ എന്ന കമ്പനിക്ക് ഞാൻ മെഡിക്കൽ റെപ്പായിട്ട് പാലക്കാട് ജോയിൻ ചെയ്തു. ഞാൻ അവിടെ നിന്ന് പിന്നെ 6 കൊല്ലം കഴിഞ്ഞ് എറണാകുളത്തേക്ക് മാറി. എറണാകുളത്ത് നിന്ന് 2002 ഞാൻ വിയറ്റ്നാമിലേക്ക് കൺട്രി മാനേജറായിട്ട് പോസ്റ്റ് ചെയ്യപ്പെട്ടു. സൺഫാർമയിൽ അന്ന് അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല. അതൊരു തുടക്കമായിരുന്നു വിയറ്റ്നാമിൽ. ഞാനാണ് സൺഫാർമേനെ അവിടെ ലോഞ്ച് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് 90 ആൾക്കാർക്ക് വിയറ്റ്നാമിൽ ജോലിയുടെ അവസരം കൊടുത്ത് നല്ലൊരു കമ്പനിയായിട്ട് അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റി. ഇന്ന് ഞങ്ങൾക്ക് നല്ലൊരു ടേൺ ഓവർ ഉള്ളൊരു ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയായിട്ട് സൺഫാർമ അവിടെ അറിയപ്പെടുന്നുണ്ട്. ഞങ്ങൾ ആദ്യം തുടങ്ങിയത് സൈക്കാട്രിക് പ്രോഡക്ട്സ് അവിടുത്തെ ജനങ്ങൾക്ക് നല്ല മിതമായ വിലയ്ക്ക് സപ്ലൈ ചെയ്യാൻ പറ്റി. അതുകൊണ്ട് അവരുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് അവർക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റി. പിന്നെ ഇപ്പോൾ ഞങ്ങളൊരു 5 കൊല്ലമായിട്ട് അവിടെ ക്യാൻസർ മരുന്നുകളുടെ അവൈലബിലിറ്റിയാണ് ഞങ്ങൾ കൂടുതലായി ശ്രദ്ധിക്കുന്നത്. കാരണം ഇന്ന് ക്യാൻസർ ഒരു ഭയങ്കര ഇഷ്യൂ ആണ് വിയറ്റ്നാമിൽ എന്നല്ല, വേൾഡ് ഓവർ. ഞങ്ങളിപ്പം ക്യാൻസറിൻ്റെ മരുന്നുകൾ ഭയങ്കര എക്കണോമിക്കലായിട്ട് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാൻ പറ്റുന്നുണ്ട്. മാത്രമല്ല മറ്റുള്ള സൂക്കേടുകൾ ലൈക്ക് ന്യൂറോ ആൻഡ് കാർഡിയോയിലും ഞങ്ങൾ വേണ്ട വിധത്തിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ ഇത്രയും പറയുന്നത് എന്ത് വെച്ചാൽ, സൺഫാർമ അവിടെ ലോഞ്ച് ചെയ്യുക മാത്രമല്ല, സൺഫാർമ ഇന്ത്യയിൽ നിന്നുള്ള കമ്പനികളിൽ ഏറ്റവും നല്ലൊരു കമ്പനിയായിട്ട് അവിടെ അറിയപ്പെടുന്നുണ്ട്. അപ്പാർട്ട് ഫ്രം ദിസ്, ഞങ്ങൾ ചില ചാരിറ്റികൾ പോലെ, ചാരിറ്റി എന്ന് പറയുന്നത് ശരിയല്ല, ഞങ്ങൾ ചില ഉപകാരങ്ങൾ, നമ്മൾ ആ രാജ്യത്ത് നിന്ന് നമ്മൾക്ക് കിട്ടുന്ന ബിസിനസ് ഉണ്ടെങ്കിലും നമ്മൾ ആ രാജ്യത്ത് തിരിച്ച് വല്ല നല്ല പ്രവൃത്തി ചെയ്യുന്നതാണ് അവരും പ്രതീക്ഷിക്കുക. അതുകൊണ്ട് ഞങ്ങൾ ചില ഓർഫനേജുകളിലെല്ലാം ഞങ്ങൾ അഡോപ്റ്റ് ചെയ്ത് അവർക്ക് വേണ്ട ഉപകാരങ്ങൾ ചെയ്യുന്നുണ്ട്. കുട്ടികളിൽ അവിടെ അനാഥ കുട്ടികളുള്ള ആശ്രമമുണ്ട്. ജനിച്ച് 10 ദിവസം മുതൽ 5 വയസ്സ് വരെ ഉപേക്ഷിച്ചിട്ട് പോയ കുട്ടികളെ ഞങ്ങളെടുത്ത് അവിടെ പരിപാലിക്കാറുണ്ട്. അവർക്ക് വേണ്ട പാൽ, പോഷകാഹാരമുള്ള ഭക്ഷണം, ഉടുപ്പ്, പിന്നെ സ്നഗ്ഗി, ഇതെല്ലാം ഞങ്ങൾ സപ്ലൈ ചെയ്യാറുണ്ട്. രണ്ടാമതായിട്ട് ഡിഫോംഡ് ബേബീസ് ആയിട്ട് വരുന്ന കുട്ടികൾ, അവരുടെ അംഗവൈകല്യങ്ങൾ നിന്ന് അതിനെ തരണം ചെയ്യാമെന്ന് മനസ്സിലാക്കി ഞങ്ങൾ ഇന്ത്യയിൽ നിന്ന് ചില ഡോക്ടർമാരുടെ സഹായത്തോടെ അവർക്ക് ചലിക്കുവാനുള്ള കഴിവ് നൽകുന്ന ചില യന്ത്രങ്ങൾ നിർമ്മിച്ചു കൊടുക്കുന്നുണ്ട്. ചാരിറ്റി എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ മകനെ പോലെയും സുഹൃത്തുമായ റോബിൻ എന്ന് പറയുന്ന ബാബാസ് കിച്ചൻ, വിയറ്റ്നാമിലെ ലീഡിങ് റെസ്റ്റോറൻറ്റ് ചെയിനുള്ള റോബിനാണ് ഞങ്ങളെ ഇതിലേക്ക് പ്രചോദനം നൽകി ഞങ്ങളെ ഇതിലേക്ക് കൊണ്ടുവന്നത്. റോബിൻ അവൻ്റെ റെസ്റ്റോറൻറ്റിൽ വെച്ച് ഇത്രയും 1500-1700 പേർക്കുള്ള ഭക്ഷണം പാകം ചെയ്ത് സപ്ലൈ ചെയ്യാനും ഇനി കുട്ടികളെ നോക്കാനുമുള്ള കാര്യങ്ങളെല്ലാം കാണിച്ചു തന്നതും തുടക്കം കുറിച്ചതും റോബിനാണ്. ഞങ്ങൾക്ക് ഇത് പറയുമ്പോൾ റോബിനെ ഈ കാര്യങ്ങളിൽ നിന്ന് ഒഴിവാക്കാനോ ഇൻവോൾവ് ചെയ്യാണ്ടിരിക്കാനോ പറ്റില്ല. റോബിനാണ് ഞങ്ങൾക്ക് മെയിൻ. പിന്നെ ബാക്കിയുള്ള പ്രവർത്തികൾ ഇനി വരും കാലങ്ങളിലും റോബിൻ ഞങ്ങൾക്ക് ഇൻസ്പിറേഷനായിട്ട് ഞങ്ങളെ കൊണ്ട് ചെയ്യിക്കുന്നുള്ളതും ഉറപ്പാണ്. ഞങ്ങളിത് കണ്ടിന്യൂ ചെയ്യുന്നുള്ളതും ഞങ്ങളുടെ സൈഡിൽ നിന്ന് ഞങ്ങൾ ഉറപ്പ് നൽകുന്നു. കാലങ്ങളോളം വിയറ്റ്നാമിൽ തന്നെ ഇരുന്ന് നല്ല പ്രവർത്തികൾ ചെയ്ത് മുന്നോട്ട് പോകണം എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം. എൻ്റെ കൂടെയുള്ളത് എൻ്റെ ഭാര്യയാണ്. പേര് സുജിത. ഹലോ, എൻ്റെ പേര് സുജിത. എനിക്ക് 2 ആൺകുട്ടികളാണ്. അവർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞാൻ കുറച്ച് ട്രേഡിങ് അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ മധുട്ടൻ ഭയങ്കര ഹാർഡ് വർക്കാണ്, എപ്പോഴും നന്നായി പണിയെടുക്കും. ഞങ്ങൾക്ക് വിയറ്റ്നാം ഭയങ്കര ഇഷ്ടമാണ്. അവിടെ താമസിക്കാനും എല്ലാം നല്ല ആൾക്കാരാണ്. പിന്നെ ഈ ചാരിറ്റിയും ഇതൊക്കെ റോബിൻ്റെ കാരണം ചെയ്യാൻ പറ്റുന്നുണ്ട്. അത് എപ്പോഴും ചെയ്തു പോകണം എന്നൊക്കെ ഉള്ളൂ. പിന്നെ കുറച്ച് അവിടെ നല്ല സന്തോഷമായിട്ടുള്ള നാടാണ്. അതുകൊണ്ട് അങ്ങനെ കണ്ടിന്യൂ ചെയ്യണമെന്നൊക്കെ ഉണ്ട്. എൻ്റെ ഗ്രോത്തിലും എൻ്റെ ഈ ജീവിതത്തിൻ്റെ ഈ നിലവാരത്തിൽ എത്തുവാൻ എൻ്റെ ഭാര്യയുടെ ഒരു മേജർ പങ്കും അവളുടെ കോൺട്രിബ്യൂഷനും
ഒരുപാടുണ്ട്. ഒരാൾ സംസാരിക്കുന്നതിലോ ഒരാൾ കാര്യങ്ങൾ കൊണ്ട് നടക്കുന്നതിലോ അല്ല, അവരെങ്ങനെ ഓരോ ഇഷ്യൂകളും തീർക്കുന്നു, ഓരോ സപ്പോർട്ടും തരുന്നു, ഓരോ ലെവലിലുമുള്ള കാര്യങ്ങൾക്ക് വേണ്ട കോൺട്രിബ്യൂഷൻസും പ്ലാനിങ്ങും എല്ലാറ്റിൻ്റെ പുറകിലും നിൽക്കുന്നതാണ് ഒരു 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 ഡെവലപ്മെൻറ്റിൻ്റെ അത്യാവശ്യ ഘടകം. പിന്നെ ഒരാൾക്ക് ഒരിക്കലും ഒറ്റയ്ക്ക് പ്രവർത്തിച്ച ഒരു മജീഷ്യനെ പോലെ മുന്നിലേക്ക് വരാൻ പറ്റില്ല. ഇതെല്ലാം ഒരു കൂട്ടായ്മയാണ്. ഞങ്ങളുടെ ജീവിതം എടുത്താലും ഞാൻ ഒറ്റയ്ക്ക് നിന്ന് ഇവിടെ എത്തിയതല്ല. എൻ്റെ ഭാര്യയുടെയും എൻ്റെ മക്കളുടെയും എൻ്റെ കുടുംബത്തിലെ എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും ഇതേ പറഞ്ഞ പോലെ റോബിൻ്റെയും എല്ലാവരുടെയും സപ്പോർട്ടും ഹെൽപ്പും കൊണ്ട് മാത്രമാണ് ഞാൻ ഇന്ന് ഇവിടെ ഈ പൊസിഷനിൽ ഇവിടെ എത്താൻ പറ്റിയത്. എല്ലാവരോടും വളരെ വളരെ നന്ദി. ഇനി മുന്നോട്ടും ഈ കാര്യങ്ങളെല്ലാം ചെയ്ത് പ്രവർത്തിച്ച് പോകണം എന്നുള്ളതാണ് എൻ്റെ ആശയും ഉദ്ദേശവും. നന്ദി, നമസ്കാരം.